Good Good afternoon, afternoon, ma'am. miss. Good Good afternoon, afternoon, miss. ma'am. Good afternoon, ma'am. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 2-3 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും ക്ലാസ്സിൽ ഉണ്ടായിരുന്നു തോന്നണല്ലേ എല്ലാവരും. ഓക്കെ, 1-2 ക്ലാസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ക്ലാസ്സുകളാണ്. കുറച്ച് ലേറ്റ് ആയി. ഓക്കെ, ആ 4th മൊഡ്യൂളാണ് കേട്ടോ. 4th മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 4th മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. കുറച്ച് എന്താ പറയാ, ഡിഫിക്കൽട്ട് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഇടയ്ക്കൊക്കെ ഒരു ഈസി ആയിട്ടുള്ള ഒരു റിലാക്സേഷൻ ഒക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു ചാപ്റ്റർ ആണ് കേട്ടോ. ഇതൊരുപാട് എന്താ പറയാ മെഡിക്കൽ ടേമുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ നോർമലി വീട്ടിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ഞാൻ വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിക്കാൻ പറഞ്ഞിരുന്നോ? ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു. ഞാൻ ഇടയ്ക്ക് പറയുന്ന കാര്യം വിട്ടുപോകും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഓർമ്മയുണ്ടോ? വായിച്ചോ നിങ്ങള്? ഇൻട്രൊഡക്ഷൻ വായിച്ചായിരുന്നോ? എവിടാ അല്ലെ, മിസ് വായിച്ചിട്ട് ഞങ്ങൾ വായിക്കുള്ളൂ. അങ്ങനെയാണ് കുറച്ചു പേര്. അങ്ങനെയാണോ? അല്ലെ, കുറച്ചു പേര് അങ്ങനെ ഉണ്ടാവും. ഞങ്ങൾ വായിക്കണത്തില്ല, മിസ് വായിക്കുന്നുണ്ടല്ലോ അല്ലെ? അല്ല, ഓക്കെ, നല്ല കുട്ടികൾ വായിച്ചിട്ടുണ്ട്. നോക്കാം. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. നമ്മൾ പറഞ്ഞു ലോണ്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ അടുത്താണെങ്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ലോണ്ടറി സർവീസസ് പറഞ്ഞ് കണ്ടിട്ടുണ്ടാകും അല്ലെ? തുണികള് അലക്കി കൊണ്ടുപോവുക അല്ലെ, അലക്കാനായിട്ടുള്ള സർവീസ് ഒരുമിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കൊണ്ടുതരുന്നത് അല്ലെ? സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റലിലും ഇങ്ങനെയുള്ള ഒരു ലോണ്ടറി സർവീസസ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് അവര് വന്ന് തുണികളൊക്കെ വന്ന് കൊണ്ടുപോകും, അലക്കാനായിട്ട് ബെഡ്ഷീറ്റ്, പില്ലോ കവർ അല്ലെ, എന്നുള്ള വസ്തുക്കളൊക്കെ എന്ത് ചെയ്യും, പേഷ്യൻസിന്റെ ആയിട്ടുണ്ടെങ്കിലും മീൻസ് അവിടെ ഒരു ലോണ്ടറി സർവീസസ് ഹോസ്പിറ്റലിന് ഉള്ളിൽ തന്നെ ഉള്ള ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ലോണ്ടറി എന്ന് പറയുന്നത്. നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതൊക്കെ. ഓക്കെ, ഇവിടെ ചികിത്സയും കാര്യങ്ങളൊന്നും അല്ലല്ലോ, മറിച്ച് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ലോണ്ടറി എന്ന് പറയുന്നത്. അപ്പോ ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ വായിക്കാം. In the present day hospitals, the laundry and linen services are one of the most important supporting services. ഇന്നത്തെ പ്രസന്റ് ഡേയില് ഇന്നത്തെ കാലഘട്ടത്തില് ഒരു ഹോസ്പിറ്റലില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് സർവീസ് ആണ് ലോണ്ടറി സർവീസ് എന്ന് പറയുന്നത്. ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഹോസ്പിറ്റൽസ് ആർ responsible for maintaining neatness of linens, staff uniforms, lab coats, and tailoring services to meet the needs of patient and staff. ഇനി ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിലെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്? മെയിൻറ്റെയിനിങ് നീറ്റ്നെസ് ഓഫ് ലിനൻ അല്ലെ, ലിനൻ എന്ന് വെച്ചാൽ അറിയാലോ, തുണിത്തരങ്ങളുടെ നീറ്റ്നെസ്, കഴുകി വൃത്തിയാക്കണം. സ്റ്റാഫ് യൂണിഫോംസ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ യൂണിഫോംസ്, ലാബ് കോട്ടുകള്, ദെൻ അതുപോലെ തന്നെ ടൈലറിങ്, എന്തെങ്കിലും തുന്നലും പിടിക്കലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ സർവീസ് ടു മീറ്റ് നീഡ്സ് ഓഫ് പേഷ്യന്റിന്റെയും സ്റ്റാഫുകളുടെയും ആവശ്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അവരുടെ തുണികളൊക്കെ എന്ത് ചെയ്യാം, വാഷ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ടൈലറിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതാണ് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലീനിങ് സെക്ഷൻ ഒക്കെ ആണെങ്കിലും തുണിത്തരങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ എടുക്കുക. Then the hospital laundry with linen which got stained from various body fluids. അല്ലെ, ഹോസ്പിറ്റലിലെ തുണികള് പല രീതികളാല് മീൻസ് അഴുക്കായിട്ടുണ്ടാകാം അല്ലെ. ഏതൊക്കെ രീതികളിലാണ് ഹോസ്പിറ്റൽ തുണിത്തരങ്ങള് സ്റ്റെയിൻഡ് ആയിട്ടുള്ളത്? സ്റ്റെയിൻഡ് എന്ന് വെച്ചാൽ എന്താണ്? കറ പറ്റാന്നൊക്കെ പറയില്ലേ? കറ വരുന്നത് എങ്ങനെയൊക്കെയാണ്? ബോഡി ഫ്ലൂയിഡ്സ് എക്സാമ്പിൾ ആണ് ബ്ലഡ്, യൂറിൻ, ഫേസസ് ആൻഡ് ഫീസസ് എക്സെട്ര ഇസ് ദ ടൈപ്പ് ഓഫ് ലിനൻ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തുണികളൊക്കെ അഴുക്കുകളാകാൻ ചാൻസ് ഉണ്ടെന്ന്. ചിലപ്പോൾ പേഷ്യൻസിന്റെ ഏതെങ്കിലും ബ്ലഡ് ആകാൻ ചാൻസ് ഉണ്ട്, യൂറിൻ ആകാം, അതുപോലെ ഫീസസ് മലമൂത്ര ആവാനൊക്കെ ചാൻസ് ഉണ്ടെന്ന്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ തുണി ലോണ്ടറിയിൽ നമ്മൾ കഴുകി അത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. This type of linen needs to be cleansed and serviced before they are being put into washing machine, as they are carefully and
ഡെലിക്കേറ്റ്ലി ഹാൻഡഡ്. എന്താ അവിടെ പറയുന്നത്? അതായത് ഇങ്ങനെയുള്ള തുണികൾ, അതായത് ഇങ്ങനെയുള്ളത് ബ്ലഡ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടുണ്ടാകും, അതുപോലെ തന്നെ എന്താണ് ബ്ലഡ് ആകാം, ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടുണ്ടാകും, ഫീസസ് ആയിട്ടുണ്ടാകാം, യൂറിൻ ആയിട്ടുണ്ടാകാം. ഇങ്ങനെയുള്ള തുണികള് വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോ അല്ലെ കെയർഫുൾ ആയിട്ട് വേണം നമ്മളത് വാഷ് ചെയ്യുവാൻ. കാരണം എന്താണ്, ഒരു ബ്ലഡ് ആയിട്ടുള്ള തുണി മറ്റു തുണികളായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക? ബ്ലഡ് ആയിട്ടുള്ള തുണി മറ്റു തുണികളായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ളവ ഒരുമിച്ചിട്ട് കഴുകുക അല്ലെ, ഇൻഫെക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഡെലിക്കേറ്റ്ലി മീൻസ് വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി വേണം ഇത് ഹാൻഡിൽ ചെയ്യുവാൻ. എ റിലയബിൾ ലോണ്ടറി സർവീസ് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടതായിട്ടുള്ള ഒന്നാണ് ഒരു റിലയബിൾ ആയിട്ടുള്ള ലോണ്ടറി സർവീസ്, ഒരു വിശ്വസനീയമായിട്ടുള്ള, അതായത് നല്ല രീതിയിൽ ഒരു വർക്ക് ചെയ്യണം. ഇതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്ലഡ് യൂറിനൊക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇവര് ഒന്നിച്ചിട്ടൊക്കെ കഴുകുകയാണെങ്കിൽ അത് മറ്റു വസ്ത്രങ്ങളിലൂടെ ഇൻഫെക്ഷൻ മറ്റൊരാൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ ഒരു വിശ്വസ്തമായിട്ടുള്ള നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലോണ്ടറി സർവീസസ് ആയിരിക്കണം ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, then the linen and laundry services should provide safe, clean, ample and timely supply of linen to user units of a hospital at right time, right place, right quantity and right price. എന്താണ് പറയുന്നത്? ഒരു ലിനൻ ആൻഡ് ലോണ്ടറി സർവീസസിന്റെ സേവനം എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? സേഫ് ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആംബിൾ ആവശ്യത്തിനധികം തുണികൾ സപ്ലൈ ചെയ്യണം. ദെൻ അത് ടൈമിലി കൃത്യസമയത്ത് ഇപ്പൊ പേഷ്യൻസിനാണെങ്കിലും സ്റ്റാഫുകൾക്കാണെങ്കിലും കൃത്യസമയത്ത് ഇത് ക്ലീൻ ചെയ്തിട്ട് നൽകണം. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ എല്ലാ യൂണിറ്റ്സുകൾക്കും ഓരോ യൂണിറ്റിലും വേണം അല്ലെ, ഇപ്പൊ വാർഡിലാണെങ്കിലും ലേബർ റൂമിലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും ഈ തുണികൾ ആവശ്യമാണ് അല്ലെ. സോ അത് കൃത്യസമയത്ത് കൃത്യ പ്ലേസിൽ കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലും കറക്റ്റ് ആയിട്ടുള്ള പ്രൈസിലും നമ്മൾ ഈ തുണികള് അവർക്ക് കൃത്യമായിട്ട് തുണികൾ അല്ലെങ്കിൽ ലിനൻസ് കൊടുക്കുക. അതാണ് ലോണ്ടറി സർവീസസിന്റെ അല്ലെങ്കിൽ സർവീസ് അവർ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. സേഫ് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള തുണികൾ കൃത്യസമയത്ത് എത്തിക്കുക, കൃത്യസമയത്ത് കൃത്യ പ്ലേസിൽ, അതായത് ഇപ്പൊ ഓരോ യൂണിറ്റ്, ഇപ്പോ എക്സാമ്പിൾ ആണ് പറഞ്ഞത് വാർഡിലാണെങ്കിലും ദെൻ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും ICUലാണെങ്കിലും ഓരോ ഏരിയയിലും കൃത്യസമയത്ത് ആ തുണിത്തരങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, the term is used to denote clothing items. Underline ചെയ്യാട്ടോ. The term ഏത് term ആണ്? linen. Okay, the term is used to denote clothing items. Clothing items നെയാണ് നമ്മൾ ഈ ലോണ്ടറി ആൻഡ് ലിനൻ എന്നുള്ള ഒരു വാക്ക് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. Then it consists of all the textiles used in hospital which include ഏതൊക്കെയാണ് ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിനൻസ് എന്നാണ് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, ഏതൊക്കെയാണ് ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ നോക്കാം. വിച്ച് ഇൻക്ലൂഡ് മെറ്റേഴ്സ്. മെറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ബെഡ്ഷീറ്റുകളൊക്കെ ഇല്ലേ, ബെഡുകള് അല്ലെ, അതായത് മെറ്റേഴ്സ്, മെത്ത. അതുപോലെ തന്നെ എന്താണ്? ബെഡ് കവർ, ബെഡ്ഷീറ്റ്, ടവൽ, ബ്ലാങ്കറ്റ്, സ്ക്രീൻ കർട്ടൻ, ദെൻ ഡോക്ടർ കോട്ട്, ടേബിൾ കവർ എക്സെട്ര. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഉപയോഗിക്കുന്ന ലിനൻസ് ഹോസ്പിറ്റലില്. ബെഡ് കവർ ഉണ്ടാവാം, ബെഡ്ഷീറ്റ് ഉണ്ടാവാം, ബ്ലാങ്കറ്റ് ഉണ്ടാവാം, സ്ക്രീൻ കർട്ടൻ ഉണ്ടാവാം. സ്ക്രീൻ കർട്ടൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ കാഷ്വാലിറ്റിയിലൊക്കെ കിടക്കുകയാണെങ്കിൽ പേഷ്യൻസിന് റൂം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ ഒരു കട്ടിലുണ്ടാവും, അവിടെ ഒരു പേഷ്യന്റ് ഉണ്ടാവും, അതിന്റെ ഇപ്പുറം വലിയൊരു സ്ക്രീൻ പോലെ ഉണ്ടാവും, ഒരു വലിയൊരു കർട്ടൻ ഇട്ടിട്ടുണ്ടാവും, അതിന്റെ അപ്പുറത്ത് വേറൊരു ബെഡ് പേഷ്യന്റ് ഉണ്ടാകും. ശ്രദ്ധിച്ചിട്ടില്ലേ? വലിയൊരു കർട്ടൻ സ്ക്രീൻ പോലെ ഇടുന്നത്, അപ്പുറം ഇപ്പുറം വേറെ പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും. സോ അതാണ് കർട്ടൻ എന്ന് പറയുന്നത് കേട്ടോ, സ്ക്രീൻ കർട്ടൻ. ഇതൊക്കെയാണ് നമ്മളുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ എന്ന് പറയുന്നത്. Then the most preferable and frequently used material is cotton. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളും നമ്മൾ കോട്ടൺ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് ആയിക്കൊള്ളട്ടെ, പില്ലോ കവർ ആണെങ്കിലും എല്ലാം കോട്ടൺ ആയിരിക്കും മെറ്റീരിയൽ. ആണോ? പോളിസ്റ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ടോ? എപ്പോഴും നല്ല അത്യാവശ്യം കട്ടിയുള്ള കോട്ടൺ ആയിട്ടുള്ള തുണികളായിരിക്കും ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുക. കണ്ടിട്ടില്ലേ?
കളർഫുൾ ഒന്നും ആയിരിക്കില്ല. എപ്പോഴും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഗ്രീൻ കളറൊക്കെ ആയിരിക്കും ഷീറ്റ് വരുന്നത്. ആണോ? എല്ലായിടത്തും ഗ്രീൻ ഒന്നല്ല കേട്ടോ. എങ്കിലും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള അങ്ങനെയൊന്നും ആയിരിക്കില്ല. എങ്കിലും എന്താ പറയാ, തുണികള് കൃത്യമായിട്ടും എല്ലാം കോട്ടൺ ആയിരിക്കും. അതാണ് കുറച്ചുകൂടി പ്രിഫറബിൾ. ഇറ്റ് ഈസ് ലോവർ പ്രൈസ് ആൻഡ് മോർ കംഫോർട്ടബിൾ. സോ അത് ലോവർ പ്രൈസുമാണ്, അതോടൊപ്പം തന്നെ മോർ കംഫോർട്ടബിൾ ആണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ കോട്ടൺ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഹോസ്പിറ്റൽ laundry receives all the linen material from different areas such as ഹോസ്പിറ്റലിലെ തുണികൾ നമ്മള് ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങൾ എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണെന്ന് നോക്കാം. വാർഡ്, OPD and office area where they undergo the process of sorting, washing, extracting, drying, ironing, folding, melting and delivery. അതായത് ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റ്സുകളിൽ നിന്നും തുണികൾ നമ്മൾ റിസീവ് ചെയ്യുന്നു. ആര് റിസീവ് ചെയ്യുന്നു? ലോണ്ടറി സർവീസസ് എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. വാർഡിൽ നിന്നും, OPയിൽ നിന്നും, OPDയിൽ നിന്നും, OT, അതുപോലെ തന്നെ എന്താണ് ICU ആണെങ്കിൽ ICUയിൽ നിന്നും, ഇവിടങ്ങളിൽ നിന്നെല്ലാം അലക്കാനായിട്ടുള്ള തുണികൾ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു, റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്തതിനു ശേഷം അത് എന്ത് ചെയ്യും? ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും? സോർട്ടിങ്, പ്രോസസ് ഓഫ് സോർട്ടിങ് ശേഖരിക്കുന്നു. പിന്നെ അതിനെ നമ്മൾ സോർട്ട് ചെയ്ത് വെക്കാം. ദെൻ പിന്നെ എന്താ ചെയ്യാ? സോർട്ടിങ് എന്ന് വെച്ചാൽ എന്താ? സോർട്ട് ചെയ്യുക, ദെൻ വാഷ് ചെയ്യുന്നു, എക്സ്ട്രാക്ടിങ് ചെയ്യുന്നു. നമ്മൾ വീട്ടിൽ ചെയ്യില്ലേ? വീട്ടിൽ നിങ്ങൾ ലോണ്ടറി ചെയ്യാറില്ലേ? അലക്കാറുണ്ടോ? വാഷിംഗ് മെഷീനിലായിരിക്കുമല്ലോ നമ്മൾ അലക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് തന്നെ നമ്മള് ഒരു വീട്ടില് എല്ലാവരുടെയും കൂടി അലക്കാനാണെങ്കിൽ നമ്മള് ഡ്രസ്സുകൾ, അലക്കാനായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവയ്ക്കും അല്ലെ? ശേഖരിക്കും. ഓരോരുത്തരുടെ റൂമിൽ നിന്ന് ഡ്രസ്സുകളൊക്കെ എടുക്കും പോയിട്ട് ആദ്യം അല്ലെ? എടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മളൊന്ന് സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്യാറുണ്ടോ? ചിലപ്പോൾ നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ ആദ്യം നല്ലത് ഒന്ന് കഴുകിയിടും. അല്ലെങ്കിൽ വൈറ്റ് മാത്രം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വൈറ്റ് മാത്രം ഒന്ന് തരംതിരിച്ച് വെക്കാറുണ്ടോ? അല്ലെങ്കിൽ എളുപ്പപ്പണിക്ക് എല്ലാം കൂടി ഒരുമിച്ചാണോ ചെയ്യുന്നത്? നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അല്ല. ഇപ്പൊ വൈറ്റ് മാത്രമുണ്ട്, ഇപ്പൊ യൂണിഫോംസ് ഒക്കെയാണ്, അല്ലെങ്കിൽ വൈറ്റ് ഡ്രസ്സ് മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മളൊന്ന് വേർതിരിച്ച് വെക്കും. അല്ലെങ്കിൽ നല്ല ഡ്രസ്സുകൾ, പുറത്തെടുത്ത ഡ്രസ്സുകൾ, അല്ലെങ്കിൽ വീട്ടിൽ ധരിക്കുന്നതാണെങ്കിലും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാറില്ലേ? ഇനി എളുപ്പപ്പണിക്ക് വേണ്ടി എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. സോ വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വേർതിരിക്കും അല്ലെ? അപ്പൊ ഇവിടെയും ആദ്യം എന്ത് ചെയ്യും? സോർട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ വേർതിരിച്ചിട്ട് എന്ത് ചെയ്യും? ദെൻ വാഷ് ചെയ്യാൻ നോക്കും അല്ലെ? വേർതിരിച്ചു, നമ്മളത് വാഷ് ചെയ്യും. ദെൻ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? അത് എക്സ്ട്രാക്ട് ചെയ്യും. എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അതിനെ നമ്മളൊന്ന് വേർതിരിച്ച് പിഴിഞ്ഞ് കഴുകിയെടുക്കും. ശേഷം ഡ്രൈ ചെയ്ത് നമ്മൾ ഡ്രയറിലിട്ടു തുണികൾ ഉണക്കിയെടുക്കും. ദെൻ അയണിങ് ചെയ്തു, ഫോൾഡ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യും? മടക്കി വെക്കും. മടക്കി ദെൻ മെൽറ്റിംഗ് ആൻഡ് ഡെലിവറി. അപ്പൊ ഇവിടെയും പറയുന്നത് അത് തന്നെയാണ്, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യം തന്നെ. നോക്കി, ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസസ് ഓൾ ദ ലിനൻ മെറ്റീരിയൽ ഫ്രം ഡിഫറെന്റ് ഏരിയ. ഹോസ്പിറ്റലിലെ പല ഏരിയകളിൽ നിന്നും, വാർഡിൽ നിന്നും, OTയിൽ നിന്നും, OPDയിൽ നിന്നും, ഇവിടെ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്നൊക്കെ അഴുക്കായിട്ടുള്ള തുണികൾ നമ്മൾ റിസീവ് ചെയ്യും. ലോണ്ടറി എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. റിസീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സോർട്ട് ചെയ്യും. സോർട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ബ്ലഡോ യൂറിനോ അങ്ങനെ കറകൾ ഉള്ളതാണെങ്കിൽ നീക്കി വെക്കും. അപ്പൊ ഒരുമിച്ച് വാഷ് ചെയ്യും അല്ലെ? ദെൻ മറ്റു തുണികൾ, ഇപ്പൊ എന്താ പറയാ, അധികം അഴുക്കൊന്നും ഇല്ലാത്ത തുണികളാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യും, സോർട്ട് ചെയ്ത് വെക്കും. ആ തുണികൾ സോർട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? വാഷ് ചെയ്യും. ദെൻ എക്സ്ട്രാക്ട്, നമ്മൾ അതിനൊന്ന് പിഴിഞ്ഞെടുക്കും, വേർതിരിച്ചെടുക്കും അല്ലെ? അരക്കി നമ്മൾ മാറ്റി വെക്കും. ദെൻ ഡ്രൈയിങ്, നമ്മൾ എന്ത് ചെയ്യും? ഉണക്കും തുണികൾ ഡ്രയറിൽ ഇടുന്നു. ദെൻ അയണിങ്, തേക്കുന്നു. ദെൻ ഫോൾഡിങ്, തേച്ച് മടക്കി. ദെൻ മെൻഡിങ് ആൻഡ് ഡെലിവറി. മെൻഡിങ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മെൻഡിങ് കേട്ടിട്ടുണ്ടോ? മെൻഡിങ് അതായത് ബേബി എന്തെങ്കിലും ഇളക്കി കഴിഞ്ഞിട്ട് വല്ല തുന്നലോ വല്ല കീറി പോവുകയോ എന്തെങ്കിലും തുന്നലൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് തുന്നി കൊടുക്കുന്നു. മനസ്സിലായോ? മെൻഡിങ്. അതായത് നമ്മൾ ഇളക്കി കഴിയുമ്പോഴേ ചിലപ്പോ നൂലൊക്കെ ഒന്ന് വിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെൻഡിങ്ങും തുന്നലും കൂടി ഈ ലോണ്ടറി സർവീസസ് ചെയ്തു കൊടുക്കുന്നു. In the case of linen, special care should be taken. അതായത് നമ്മൾ പറഞ്ഞത് ലിനന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇതുപോലെ ഇൻഫെക്ഷൻ ഉള്ള തുണികൾ ഉണ്ടാകും, ഇൻഫെക്ഷൻ അല്ലാത്ത തുണിത്തരങ്ങൾ ഉണ്ടാവും. സോ അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യുവാൻ. ഓക്കെ, ഇത്രയുമാണ് ഒരു ലോണ്ടറി സർവീസസിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഔട്ട്ലൈൻ അല്ല, ടോട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് പറയുന്നുണ്ട്. അപ്പോ ഒരു ലോണ്ടറി സർവീസ് എന്താണെന്ന് ക്ലിയർ ആണോ? ഹോസ്പിറ്റലിലെ
ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ആണോ? വലിയ ബുദ്ധിമുട്ടില്ലാതെ തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ കംപ്ലീറ്റ് ഒറ്റയടിക്ക് ആ ഒരു പാരഗ്രാഫ് ഫുൾ ആയിട്ട് പറഞ്ഞത്. ഇത് തോന്നി നിങ്ങൾക്ക് കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഓരോ പാരഗ്രാഫ് വെച്ച് സ്പ്ലിറ്റ് ചെയ്താണ്. സ്പ്ലിറ്റ് ചെയ്യണമെന്ന് തോന്നിയില്ല, ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് പറഞ്ഞിട്ട് വായിപ്പിക്കാന്ന് വിചാരിച്ചത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ വായിക്കാം, മനസ്സിലാക്കി വായിച്ചോളൂ. വായിച്ചോ? കംപ്ലീറ്റ് ചെയ്യാത്തവര് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഇൻട്രൊഡക്ഷൻ. എന്തായിരുന്നു? ബ്ലഡ്, യൂറിൻ ആൻഡ് ഫീസസ്. അതായത് യൂറിനും നമ്മൾ പറയില്ലേ മലമൂത്ര വിസർജനങ്ങള്. ഓക്കെ, വായിച്ചോ? എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ ഇൻട്രൊഡക്ഷൻ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? The purpose of this department is to provide adequate clean material to the patients and personnel while ensuring that hygienic conditions are maintained in the process. എന്താണ് പറയുന്നത്? Adequate clean material to the patients and personnel. Personnel employees, സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും adequate ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക. Then while ensuring that hygiene conditions are maintained in the process. അല്ലേ? ഈ ഒരു പ്രോസസ്സിൽ, അതായത് ലോണ്ടറി, തുണി അലക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ശുചിത്വം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിക്സ് ചെയ്തിട്ടാണോ അവർ അലക്കുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വസ്തുക്കൾ മാറ്റിയിട്ടാണോ എന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തുകയാണ്. അപ്പോൾ ശുചിത്വമായിട്ടുള്ള ആ ഒരു പ്രോസസ്സ് നമ്മൾ വളരെ ശുചിത്വത്തോട് കൂടിയിട്ട് വേണം ചെയ്യുവാൻ. Okay. The main objectives of the department are following. ലോണ്ടറിയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. To retain a comfortable and safe environment for patients, staff and visitors. Okay. രോഗികൾക്കും അതുപോലെ തന്നെ എംപ്ലോയീസിനും സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തുകയാണ്. കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉറപ്പുവരുത്തുക. To provide constant supply of
qualitative linen to various required areas like IP, operation theater, OPD and other areas. Constant ആയിട്ടുള്ള സപ്ലൈ, അതായത് ആവശ്യമായിട്ടുള്ള മേഖലകളിലോട്ട് എവിടേക്കാണ് IP-യിലും അതുപോലെ തന്നെ എന്താണ് OPD-യിലേക്കും ഓപ്പറേഷൻ തിയേറ്ററിലേക്കും ഇവിടെയെല്ലാം ആവശ്യമായിട്ടുള്ള തുണികൾ വിതരണം ചെയ്യുക. To control hospital infection and retain the quality of care. എന്താണ് പറയുന്നത്? ആശുപത്രിയിലെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാവുന്ന. എങ്ങനെ ഇൻഫെക്ഷൻ വരിക? ഈ തുണികളൊക്കെ നല്ല രീതിയിൽ വളരെ കെയർഫുള്ളോട് കൂടിയിട്ട് നമ്മൾ ലോണ്ടറി സർവീസസിൽ നമ്മുടെ തുണിത്തരങ്ങൾ കഴുകി ക്ലീൻ ചെയ്യണം. സോ ഹോസ്പിറ്റലിന്റെ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? To control hospital infection and retain the quality of care. Quality of care നമ്മൾ പ്രദാനം ചെയ്യണം. ഓക്കെ, ഇപ്പൊ 3 ഒബ്ജക്റ്റീവ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസിനുള്ളത്. 3 നോട്ട് ചെയ്ത് വെച്ചോളൂ സൈഡില്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം. സൈഡിൽ നോട്ട് ചെയ്യാം. അതിന് ഒബ്ജക്റ്റീവ്സ് പഠിക്കാനുണ്ട് കേട്ടോ. പഠിക്കണം, എക്സാമിന് ചോദിക്കും. Complete easily. Okay. Then next one, some of the main functions of laundry services are the following. Laundry services and functions are next. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓരോരോ കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുകയാണ്. First one, to collect, receive soiled and infected linen from different places. ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് പ്ലേസസിൽ നിന്നും ഓരോരോ വാർഡിൽ നിന്നാണെങ്കിലും ICU അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ, ഇവിടെ നിന്നെല്ലാം സോയിൽഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ളതും അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികൾ നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യുക. ഫസ്റ്റ് ഡ്യൂട്ടിയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ പോയിട്ട് അവിടുത്തെ അഴുക്കായിട്ടുള്ള തുണികള് അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളൊക്കെ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യുക. സെക്കൻഡ് വൺ, to process the soiled linen which includes. ഇനി നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഈ മലിനപ്പെട്ട തുണികൾ എന്ത് ചെയ്യണം? which include, അതിനെ സോർട്ട് ചെയ്യാം, സ്ലൂയിസിങ് ചെയ്യണം, ഡിസിൻഫെക്റ്റിംഗ് ചെയ്യാം, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, കണ്ടീഷനിങ്, അയണിങ്, പ്രസ്സിംഗ് ആൻഡ് ഫോൾഡിങ്. മനസ്സിലായോ? അതായത് എന്താണ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഈ അഴുക്കായിട്ടുള്ള തുണികൾ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള തുണികൾ നമ്മൾ ശേഖരിക്കണം. Then the process of soiled linen which include, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശേഖരിച്ചിട്ടുള്ള തുണികൾ ഉണ്ടല്ലോ അതിനെ നമ്മൾ സോർട്ട് ചെയ്യണം, ആദ്യം വേർതിരിക്കാം. Then സ്ലൂയിസിങ് എന്ന് വെച്ചാൽ എന്താണ്? കഴുകുക, നമ്മൾ ക്ലീൻ ചെയ്യുക. Then അതിനെ ഡിസിൻഫെക്റ്റിംഗ് ആക്കുക, അണുവിമുക്തമാക്കണമെന്ന്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സോർട്ട് ചെയ്ത് വെച്ചിട്ട് ഇൻഫെക്ഷൻ ആയിട്ടുള്ള തുണികളെ ഡിസിൻഫെക്റ്റിംഗ് ചെയ്യണം. ഇപ്പോ ഡെറ്റോളോ അങ്ങനെയുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അണുവിമുക്തമാക്കണം. Then വാഷിംഗ്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വാഷ് ചെയ്യാം. Then extracting, അല്ലെ? എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അതിനെ പിഴിഞ്ഞ് കഴുകിയെടുക്കുക. Then conditioning means അതിനെ നമ്മൾ ഡ്രയറിലൊക്കെ ഇട്ട് കണ്ടീഷണറിലൊക്കെ ഇടുക. Then iron ചെയ്യുക. Pressing and folding, അയണിങ് ചെയ്തിടണം. പ്രസ്സിംഗ് എന്ന് വെച്ചാൽ അടക്കി മടക്കി വെക്കുക. ഓക്കെ. Then മൂന്നാമത്തത്, to inspect and repair damaged materials and replace them. To inspect and repair damaged, അല്ലെ?
അതായത് കേടായ വസ്തുക്കളൊക്കെ പരിശോധിക്കും. ചില തുണികളൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ ആയി അല്ലെങ്കിൽ ഒരുപാട് പഴകിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് അത് മാറ്റിയിട്ട് പുതിയ എന്താണ് പുതിയ വസ്തുക്കൾ പുതിയ ലിനൻ കൊടുക്കുകയാണ്. അവ മാറ്റിക്കൊണ്ട് ഒരുപാട് കേടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയ തുണിത്തരങ്ങൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുക. നാലാമതായിട്ട് പറയുന്നത് ടു ഡിസ്ട്രിബ്യൂട്ട് ക്ലീൻ ലിനൻ ടു റെസ്പെക്റ്റീവ് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആസ് നീഡഡ്. ക്ലീൻ ആയിട്ടുള്ള തുണികള് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ക്ലീൻ ആയിട്ടുള്ള ലിനൻസ് കൊടുക്കുക. ടു മെയിൻറ്റെയിൻ ആൻഡ് കൺട്രോൾ ദ ഇൻവെന്ററീസ് ആൻഡ് പ്രോസസ്ഡ് ലിനൻ. എന്താണ് പറയുന്നത്, ഈ തുണി ലിനൻസുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെന്ററീസ് തയ്യാറാക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുക. ഇനി എന്താണ് ഇൻവെന്ററീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് വില കണക്കുകൾ. അതായത് ഇപ്പോ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പട്ടിക പോലെയൊക്കെ തയ്യാറാക്കുക. ഓരോ യൂണിറ്റിലോട്ടും ഇത്ര പീസസ് ലിനൻ കൊടുത്തു, സ്റ്റോക്കിന്റെ എന്താ പറയാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ കഴുകാൻ കൊടുത്തിരിക്കുന്ന തുണികൾ എത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്തത് എത്രത്തോളം തുണികളാണ് എന്നൊക്കെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് സോ ഒരു ഇൻവെന്ററി തയ്യാറാക്കുക. ആ ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യുക. റിട്ടെയിൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റില് നമ്മള് എന്താണ് പലതരത്തിലുള്ള രജിസ്റ്ററുകൾ സൂക്ഷിക്കണം. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടും ഹോം ക്ലീനിങ്ങിനും മറ്റും നമ്മൾ തുണികളൊക്കെ കൊണ്ടുപോകുന്നതും കൊടുക്കുന്നതും ഇതെല്ലാം ഒരു രജിസ്റ്ററിൽ നമ്മൾ എഴുതി സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഒരു ലോണ്ടറി സർവീസസിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എളുപ്പമല്ലേ? എളുപ്പമാണോ? ബുദ്ധിമുട്ടുണ്ടോ? ഇത് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? മെഡിക്കൽ ടേമുകൾ ഒന്നുമില്ല, പഠിച്ചാൽ കൊണ്ടാത്ത വാക്കുകൾ ഒന്നുമില്ല. എളുപ്പമാണോ? വായിച്ചിട്ട് ഓക്കെ ആണോ? ഇത് റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ലാസ്റ്റ് ക്ലാസ് ഉറക്കം വന്ന ടൈമാണ്, അതുകൊണ്ടാണോ? ഉറക്കം വരുന്നുണ്ടോ? ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലൊക്കെ ഇരുന്ന മിസ്സേ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് മതിയായിരിക്കുന്നതാണ്, അങ്ങനെയാണോ? ഇല്ല. ഓക്കെ, ആക്റ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. കുറച്ചു പേർക്ക് ഇതിന്റെ ഇടയിൽ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് എണീറ്റിട്ടൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, 5th പോയിന്റ് ഏതായിരുന്നു? അതായത് ഇൻവെന്ററീസ് കീപ്പ് ചെയ്യാന്ന്. ഇൻവെന്ററീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മൾ ആ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ ഒരു വില കണക്കുകൾ സ്റ്റോക്കുകളൊക്കെ ഒന്ന് എഴുതി വെക്കില്ലേ? ഇപ്പൊ ഓരോന്ന് നമ്മൾ ഇത്ര തുണികൾ എടുത്തു, അല്ലെങ്കിൽ ഇത്ര തുണികളാണ് നമ്മൾ ഓരോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇത്ര തുണികൾ നമ്മൾ ഇന്ന ഡേറ്റിൽ കൊടുത്തു. ആ സ്റ്റോക്കുകളും കാര്യങ്ങളും എഴുതി വെക്കാന്ന്, അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന്. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നതും വാങ്ങിക്കുന്നതൊക്കെ ആയിട്ടുള്ള തുണികളുടെ കണക്കുകൾ ലിസ്റ്റ്. ക്ലിയർ ആയോ? ഇൻവെന്ററി. ഓക്കെ, വായിച്ചു നോക്കാം. ഫങ്ഷൻസ് വായിക്കാം കേട്ടോ. 6 ഫങ്ഷൻസ് ആണ്, മനസ്സിലാക്കി വായിക്കാം. ഇതൊന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. 1-2 പ്രാവശ്യം നല്ല രീതിയിൽ ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. അതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് ഒന്നും ഈ ഒരു ചാപ്റ്ററിന് വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇതിനായിട്ട് താഴെ ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട്, നോക്കാം. The responsibility of department is to manage technical functions.
ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് കുറച്ച് ടെക്നിക്കൽ ഫംഗ്ഷൻസും കൂടി മാനേജ് ചെയ്യണമെന്ന്. എങ്ങനെയൊക്കെയാണ് ടെക്നിക്കൽ ഫംഗ്ഷൻസ്? അതായത് സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുള്ളത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഡിറ്റർമൈൻ ഓഫ് ദി ടൈപ്പ് ഓഫ് ലിനൻ ടു ബി പർച്ചേസ്ഡ്. ഏത് തരത്തിലുള്ള ടൈപ്സ് ലിനൻസ് പർച്ചേസ് ചെയ്യണം? ദി ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക്. എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ സ്റ്റോക്ക് എടുക്കണം? എക്സെട്ര. റിക്വയർമെന്റ്സ് ഫോർ ലിനൻ ഇൻ വേരിയസ് ഏരിയ. അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ടെക്നിക്കൽ ആയിട്ട്, അതായത് ഇപ്പൊ നമ്മള് എന്താ പറയാ, സാങ്കേതിക പ്രവർത്തനങ്ങളൊക്കെ കൈകാര്യം ചെയ്യണത്. എത്ര സ്റ്റോക്ക് എടുക്കണം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയുള്ള ലിനനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് തയ്യാറാക്കണം. അതുപോലെ തന്നെ റിക്വയർമെന്റ്സ് ഫോർ ലിനൻ വേരി ഇൻ വേരിയസ് ഏരിയ. അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലില് ഓരോ ഏരിയയിലും തുണികൾ വേണം. OP-യിലാണെങ്കിലും OPD-യിലാണെങ്കിലും ലേബർ റൂമിലാണെങ്കിലും. ഇനി ഈ എല്ലാ ഏരിയയിലും ഒരേ അളവിൽ അല്ലെങ്കിൽ ഒരേ ക്വാണ്ടിറ്റിയിലായിരിക്കുമോ തുണികളുടെ ആവശ്യം? ആണോ? എല്ലായിടത്തും ഒരേ ക്വാണ്ടിറ്റിയിൽ തന്നെ വേണമെന്നുണ്ടോ? ഇല്ല. ഓരോ ഏരിയയിലും വ്യത്യസ്തപ്പെട്ടിരിക്കും. ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ കുറച്ച് എക്സ്ട്രാ വേണമായിരിക്കും, അല്ലെ? അതുപോലെ OPD-യിൽ അത്ര ലിനന്റെ ആവശ്യം വരുന്നില്ല. സോ ഓരോ ഏരിയയിലും കണ്ടോ, ലിനൻ വേരി ഇൻ വേരിയസ് ഏരിയ. ഓരോ ഏരിയയിലും ലിനൻ തുണികൾ നമ്മൾ നൽകുന്നത്, കൊടുക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയാ ക്വാണ്ടിറ്റിയിലായിരിക്കുന്നത്. And the hospital needs to provide sufficient quantity of linen for circulation as well as rest period storage. എന്താണ് പറയുന്നത്? സോ ഹോസ്പിറ്റലില് ആവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയില് ലിനൻ ഉണ്ടായിരിക്കണം ഫോർ സർക്കുലേഷൻ ആസ് വെൽ ആസ് റെസ്റ്റ് പീസിംഗ് സ്റ്റോറേജ്. അതായത് ആവശ്യത്തിന് തുണികൾ കൊടുക്കാനായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും വേണം. ദെൻ റെസ്റ്റിംഗ് പീരീഡ് ഇൻ സ്റ്റോറേജ്, എക്സ്ട്രായും കൂടെ നമ്മൾ കരുതണം. ആവശ്യത്തില് ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കൊടുക്കാം. അത് കൂടാതെ എക്സ്ട്രാ കുറച്ചുകൂടി നമ്മൾ തുണികൾ കരുതിയിരിക്കണം സർക്കുലേഷന്. ആവശ്യം കഴിയുമ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം ഓരോ ഡിപ്പാർട്ട്മെന്റിലും, അല്ലെ? ദെൻ അത് കൂടാതെ നമ്മള് നെക്സ്റ്റ് ഒരു എന്താ പറയാ എക്സ്ട്രാ കൂടി നമ്മൾ കരുതിയിരിക്കണം. ഓക്കെ, ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് വൺ ലോണ്ടറി സർവീസസിന്റെ ലൊക്കേഷനും ഡിസൈനെ കുറിച്ചാണ് നെക്സ്റ്റ് വൺ പറയുന്നത്. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. The laundry should be located in an area that has sufficient daylight and natural ventilation. Sufficient ആയിട്ടുള്ള daylight വേണം, സൂര്യപ്രകാശവും വെട്ടം വെളിച്ചവും ഉണ്ടായിരിക്കണം. Then natural ventilation, ventilation സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. Then typically it should be on ground floor of an isolated building situated next to or adjacent to the water and power plant. On the ground floor underline ചെയ്യാ കേട്ടോ, ground floor underline ചെയ്യാ. Typically it should be on ground floor. സാധാരണമായിട്ടും ഒരു ലോണ്ടറി സർവീസസ് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഒരു ഐസൊലേറ്റഡ് ബിൽഡിംഗിലായിരിക്കും, ഒരു ഒറ്റപ്പെട്ട ബിൽഡിംഗിലായിരിക്കും നമ്മൾ ലോണ്ടറി സർവീസസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. Then situated next to or adjacent to the water and power plant. അതായത് വെള്ളവും അതുപോലെ തന്നെ കരണ്ടും കിട്ടുന്ന ആ ഒരു പവർ പ്ലാന്റിന്റെ അരിക്, അങ്ങനെയുള്ള ഒരു ഏരിയയിലായിരിക്കും നമ്മൾ ഒരു ലോണ്ടറി സേവനം നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത്. കാരണം അലക്കാനാണെങ്കിൽ വെള്ളം വേണം, ദെൻ വാഷിംഗ് മെഷീനൊക്കെ വറുത്തേക്കണമെങ്കിൽ നമുക്ക് കരണ്ട് ആവശ്യമാണ്.
സോ നമ്മുടെ പവർ പ്ലാന്റും വാട്ടറൊക്കെ ഉള്ള ആ ഒരു ഏരിയയിലായിരിക്കും, അതിന്റെ അരികത്തായിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ഒരു ലോണ്ടറി സർവീസ് സ്ഥിതി ചെയ്യുന്നത്. Then the department should be situated close to the elevators and must permit easy movement of linen different areas. അതുപോലെ തന്നെ ഈ ലോണ്ടറി സർവീസസ് നമ്മുടെ ലിഫ്റ്റ് ഉണ്ടല്ലോ, ലിഫ്റ്റിനോട് ചേർന്നിട്ട് ലിഫ്റ്റിനടുത്തൊക്കെ ആയിരിക്കും നമ്മൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്, ഈ കഴുകി വൃത്തിയാക്കിയ തുണികൾ നമ്മൾ കൊണ്ടുപോകണം, ഓരോ ഡിപ്പാർട്ട്മെന്റിലൊക്കെ കൊണ്ടുപോകാനായിട്ട് നമുക്കിത് കയ്യിൽ പിടിച്ച് തൂക്കിക്കൊണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അല്ലെ, കുറെ ബൾക്കായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ. അപ്പോ അതിനെ കുറച്ചും കൂടി നമുക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഇലവേറ്റേഴ്സ് എന്ന് വെച്ചാൽ ലിഫ്റ്റിന്റെ സൗകര്യം നമുക്ക് ഏറ്റവും അടുത്ത് വേണം. എന്നാലും ഈ അലക്കി ക്ലീൻ ചെയ്തിട്ടുള്ള തുണികൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിന്റെ സൗകര്യം ആവശ്യമാണ്. Then hospital laundry managers specialty items and tasks which mainly include disinfection and infection control of normally stained linen as well as infected linen. എന്താണ് പറയുന്നത്? അതായത് ഹോസ്പിറ്റലിലെ ആ ഒരു ലോണ്ടറി സർവീസസിന്റെ ഒരു പ്രത്യേക ഇനങ്ങളുടെ പ്രത്യേക ടാസ്കുകളും അവർ കൈകാര്യം ചെയ്യണമെന്ന്. എങ്ങനെയാണ്? അതായത് ലിനൻ ആയിട്ടുള്ള മീൻസ് എന്താ പറയാ, ഇൻഫെക്ഷൻ ആയിട്ടുള്ള തുണികൾ ഉണ്ടാകും, അതുപോലെ തന്നെ എന്താണ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള തുണികളും ഇൻഫെക്ഷൻ അല്ലാത്ത തുണികളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിനേക്ക് നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത് ഒരു ടാസ്ക് ആണ്. Then those should be a separate infection areas from reception areas. റിസപ്ഷൻ ഏരിയയിലും സെപ്പറേറ്റ് ചെയ്തിരിക്കണം ഈ ഒരു ഏരിയ. There should be sufficient power, sufficient quantity of steam as well as correct temperature. അതുപോലെ തന്നെ സ്റ്റീം, നമ്മൾ ചില തുണികൾ നമ്മൾ എന്താ പറയാ ചൂടുവെള്ളത്തിലൊക്കെ ഇളക്കാന്ന് പറയില്ലേ, ചെയ്യാറുണ്ട്. അങ്ങനെ കടകൾ പെട്ടെന്ന് പോവാനും ഇൻഫെക്ഷൻസ് ഒക്കെ മാറാൻ വേണ്ടി ചൂടുവെള്ളത്തിലിട്ട് നമ്മൾ ഈ തുണികളൊക്കെ ഒന്ന് കഴുകും. സോ ആവശ്യത്തിനുള്ള സ്റ്റീം ഉണ്ടായിരിക്കണം, എന്നൊരു ആവിയൊക്കെ ഉണ്ടായിരിക്കണം. കറക്റ്റ് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള തുണികൾ ലിനൻസ്, നമ്മളെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു ലൊക്കേഷനെയും ദെൻ അവിടെ എങ്ങനെയാണ് ഡിസൈൻസിനെ കുറിച്ചാണ് പറയുന്നത് പാരഗ്രാഫില്. ദെൻ ലൊക്കേഷൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. വായിച്ചോ? ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ മനസ്സിലാക്കി വായിക്കാണ്ടോ? The next one, facilities and space requirements for laundry and linen service. അതായത് ലോണ്ടറി ലിനൻ സർവീസിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റികൾ, സൗകര്യങ്ങളും സ്പേസുകൾ, എങ്ങനെയൊക്കെയാണ് സൗകര്യങ്ങൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വേണ്ടേ നോക്കാം. The basic requirements of the department include, ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങളും അല്ലെങ്കിൽ സ്പേസസ് എങ്ങനെയാണ്. ഫസ്റ്റ് വൺ, ഡീകണ്ടാമിനേഷൻ ഏരിയ, അണുമുക്തമാക്കാനായിട്ടുള്ള ഒരു ഏരിയ. സ്ലൂയിസിങ് ആൻഡ് ഡിസിൻഫെക്ടിങ്, അതായത് അഴുക്കായിട്ടുള്ള ഇൻഫെക്ഷൻ ആയിട്ടുള്ള തുണികളെ നമ്മൾ സ്ലൂയിസിങ് കഴുകാനും
then അതിനെ വിമുക്തമാക്കാനായിട്ടുള്ള ഒരു ഏരിയ, കഴുകാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. Then area with the facilities for receiving, storing, sorting and washer loading of solid linen. മലിനമായിട്ടുള്ള തുണികൾ ശേഖരിക്കാനും തരംതിരിക്കാനും then അതിനെ സംഭരിക്കാനും then സോർട്ട് ചെയ്യാനും then വാഷർ ലോഡ് എന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള ഒരു ഏരിയ അതുണ്ടായിരിക്കണം. Provision for supply of water, steam and power. വാട്ടർ ഉണ്ടായിരിക്കണം, സ്റ്റീം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എന്താണ് പവർ, ഇലക്ട്രിസിറ്റി ഉണ്ടായിരിക്കണം. ക്ലീൻ ലിനൻ പ്രോസസിംഗ് റൂം, ശുദ്ധിയാക്കിയ അല്ലെങ്കിൽ വൃത്തിയാക്കിയ തുണികൾ നമ്മൾ വൃത്തിയാക്കുന്ന ആ ഒരു റൂം ഉണ്ടായിരിക്കണം. Then സ്റ്റാഫ് ഫെസിലിറ്റീസ്, ആവശ്യത്തില് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. ചുമ്മാ ഒരു ലോണ്ടറി സർവീസസ് എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അവിടേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. Then area for ironing, sewing and mending and clothes drying area. അതുപോലെ തന്നെ എന്താണ് അയൺ ചെയ്യാനും തുണികൾ അയൺ ചെയ്യാനും സ്യൂവിങ് തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ടൈലറിംഗ് ഉണ്ട്, തയ്ച്ചു വെക്കാനും. then mending തുന്നലുകളൊക്കെ ഉണ്ടെങ്കിൽ തുന്നാനും. then drying area, തുണികൾ ഉണക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. then solution preparation and storage room. അതായത് സൊല്യൂഷൻസ് പ്രിപ്പറേഷൻ, സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, ക്ലീനിങ് സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സൊല്യൂഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനും അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി, നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം. അലക്കിയൊക്കെ കഴിയുമ്പോൾ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡ് വാഷിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ലോക്കബിൾ സ്റ്റോർ ടു അക്കോമഡേറ്റ് മെറ്റീരിയൽസ്, നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകൾ, നമ്മൾ ലോണ്ടറിയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകൾ, ഇപ്പോ എന്താ പറയാ, നമ്മൾ അലക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡിറ്റർജന്റോ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, സൊല്യൂഷൻസ് ഒക്കെ, അതൊക്കെ നമ്മൾ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ലോക്കബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോർ ഉണ്ടായിരിക്കണം. ക്ലീൻ ലിനൻ ഇഷ്യൂവിംഗ് കൗണ്ടർ, നമ്മൾ അലക്കി കഴിഞ്ഞിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ലിനൻ ഇഷ്യൂ ചെയ്യാനായിട്ട് ഒരു കൗണ്ടർ ഉണ്ടായിരിക്കണം. Then സ്റ്റോറേജ് പ്ലേസ് ഫോർ ക്ലീനിങ് ഏജൻസ്, ക്ലീൻ ചെയ്യുന്ന വസ്തുക്കൾ വെക്കാനായിട്ടുള്ള ഒരു പ്ലേസ് വേണം. സ്റ്റോറിംഗ് ക്ലീനിങ് ലിനൻ, ക്ലീൻ ആയിട്ടുള്ള ലിനൻ വെക്കാനായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടായിരിക്കണം. ഇനഫ് സ്പേസ് ഫോർ ഹെവി എക്യുപ്മെന്റ്, ലോണ്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെവി എക്യുപ്മെന്റ്സുകൾ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. ഹെവി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ, സ്ക്യൂസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡ്രയർ ഒക്കെ പോലെ തന്നെ ഉള്ളൊരു വാഷിംഗ് മെഷീൻ പോലെ തന്നെ ഡ്രയർ ആണ് കൂടുതലും തുണികൾ പിഴിയാനായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ. അതും അതിനുള്ള അത്തരത്തിലുള്ള വലിയൊരു എക്യുപ്മെന്റ്സുകളൊക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. Then desk, counters and cabinets to store files and registers, അല്ലെ, അതായത് ലോണ്ടറിയിലെ രജിസ്റ്ററും ഫയലുകളും ഇതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഡെസ്കും കൗണ്ടേഴ്സും അതുപോലെ തന്നെ എന്താണ് ക്യാബിനറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ചെറിയ റൂമുകൾ പോലെ, ചെറിയൊരു ഓഫീസ് റൂം പോലെ ഈ രജിസ്റ്ററും ഫയലൊക്കെ വെക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ് ഫോർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. പോയിന്റ്സുകളാണ്, വായിച്ചു നോക്കുക, വളരെ ചെറിയ പോയിന്റ്സുകളാണ് കേട്ടോ.
പോയിന്റ്സുകൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ബൈ ഹാർട്ടൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സുകളാണല്ലോ. 1-2 പ്രാവശ്യം നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോയിന്റ്സ് കിട്ടും. വായിച്ചോ ഫെസിലിറ്റീസ്? Okay, the next one, importance of laundry services in hospital. ഹോസ്പിറ്റലിലെ ലോണ്ടറി സർവീസസിന്റെ ആവശ്യകതയെ കുറിച്ചാണ് പറയുന്നത്. Okay, an efficient and effective linen and laundry services can increase patient experience and reduce the danger of cross contamination. Okay, ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ലോണ്ടറി സർവീസസ് ആ ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വളരെ നീറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് വീണ്ടും ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യും അല്ലെ. ഡോക്ടേഴ്സിന്റെ സേവനമാണെങ്കിലും മറിച്ച് ഹോസ്പിറ്റലിന്റെ ആ ഒരു ടോട്ടൽ അറ്റ്മോസ്ഫിയറും നല്ല എന്താ പറയാ ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നല്ലൊരു അനുഭവമായിരിക്കും അല്ലെ. അതോടൊപ്പം തന്നെ റെഡ്യൂസ് ദ ഡേഞ്ചർ ഓഫ് ക്രോസ് കണ്ടാമിനേഷൻ. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഒരു റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, മീൻസ് മലിനീകരണം, മീൻസ് ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കാനും സാധിക്കുന്നു. It is necessary to have clean and hygienic laundry, which would ensure safe environment for patient and prevent spread of infection. അപ്പോ ഒരു ഇത് അത്യാവശ്യമാണെന്ന്, ഒരു ക്ലീൻ ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ലോണ്ടറി എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അത് പേഷ്യൻസിന്റെ ആണെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് ഉറപ്പ് നൽകുന്നു. Then prevent the spread of infection. Infections സ്പ്രെഡ് ചെയ്യുന്നതിനെ തടയാനും നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ലോണ്ടറിക്ക് സാധിക്കുന്നു. Thus it helps in ഇമ്പോർട്ടൻസ് 4 രീതിയിൽ നമ്മൾ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ലോണ്ടറി നോക്കാം. പ്രിവെന്റിങ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ, 4 പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അണുബാധ ഇൻഫെക്ഷൻ പകരുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു. പേഷ്യൻസ് കംഫോർട്ട് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ കംഫോർട്ടും സാറ്റിസ്ഫാക്ഷനും നൽകുന്നു. Then aesthetic value, ഒരു സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു മൂല്യം നൽകുന്നു. Then positive public image, അതായത് നല്ലൊരു ആളുകൾക്കിടയിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളത് അല്ലെ, ആ ഹോസ്പിറ്റൽ നല്ലതാണ് അല്ലെങ്കിൽ നല്ല ക്ലീൻ ആണ് എന്നൊക്കെ നമുക്കൊരു പൊതുജനങ്ങളിൽ നിന്നുള്ളൊരു പബ്ലിക് ഇമേജും ലഭിക്കുന്നു. ഓക്കെ, ഇമ്പോർട്ടൻസ് ആണ് എന്താ പറഞ്ഞത്. 3rd പോയിന്റ് ആണോ? എസ്തെറ്റിക് വാല്യൂ, അതായത് ഒരു എന്താ പറയാ സൗന്ദര്യാത്മകമായ ഒരു മൂല്യം കിട്ടാന്ന്. അതായത് നല്ലൊരു ഇങ്ങനെയൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുമ്പോൾ തന്നെ അവിടെ ഒന്നും നല്ലൊരു മൂല്യമില്ല. ഇത് ആണോ ഹൈജീൻ ആയിട്ടുള്ള ഒരു സേവനം കൊടുക്കുന്നത്? ഓക്കെ, അത് അതുപോലെ തന്നെ പഠിക്കാം. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ആ പോയിന്റ്സുകൾ മാത്രം നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തത്, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്. നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷനും കുറച്ച് പോയിന്റ്സുകൾ വരെയൊക്കെ പറഞ്ഞു. ദെൻ ലാസ്റ്റ് വൺ ഇമ്പോർട്ടൻസ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് അതിന്റെ പ്ലാനിങ്ങും ഇനി കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഓക്കെ ആണോ? അടുത്ത അത്രയും
ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എടുത്ത ഭാഗം അത്രയും നന്നായിട്ട് വായിക്കാം കേട്ടോ. ദെൻ മോക്ക് ടെസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.